നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുരിക്കാശ്ശേരി വാർഡ് കൺവെൻഷൻ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കുന്നത്തുശ്ശേരിൽ കുടുംബയോഗം വണ്ണപ്പുറം ക്ലൗഡ്സ് വില്ലേജ് ഫാം റിസോർട്ടിൽ വെച്ച് നടത്തപ്പെട്ടു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സമ്മേളനം നടന്നു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ദേശീയ പ്രസിഡന്റ് സയ്യിദ് സൈൻ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രായത്തെ വെല്ലുന്ന കരവിരുതുമായി കൊടുവേലിയുടെ സ്വന്തം ജോണി. 78ന്റെ നിറവിലും യുവത്വത്തെ വെല്ലുന്ന ചാരുതയാർന്ന ശില്പങ്ങൾ മെനയുകയാണ് കൊടുവേലിയുടെ സ്വന്തം ജോണി ചേട്ടൻ. KLM ആക്സിവ ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവിന് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുരിക്കാശ്ശേരി വാർഡ് കൺവെൻഷൻ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. രാജ്യം വർഗീയ ശക്തികൾ നിയന്ത്രിക്കുമ്പോൾ നാടിന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ ലോകത്തിലെ തന്നെ മതേതര രാഷ്ട്രീയ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. വാർഡ് കൺവെൻഷനോടൊപ്പം മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. IPC സെക്രട്ടറി MN ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. KPCC തീരുമാനപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വാർഡ് കൺവെൻഷനുകൾ നടന്നുവരുന്നത്. വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി വാർഡിലും വാർഡ് കൺവെൻഷൻ നടന്നു. വാർഡ് പ്രസിഡന്റ് ജോബി ചെങ്ങമ്മനാടിന്റെ വസതിയിൽ ചേർന്ന കൺവെൻഷൻ ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. രാജ്യം വർഗീയ ശക്തികൾ നിയന്ത്രിക്കുമ്പോൾ നാടിന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ ലോകത്തിലെ തന്നെ മതേതര രാഷ്ട്രീയ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന നിരവധിയായ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു. ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP തീർത്തും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എല്ലാം ഇല്ലായ്മപ്പെടുത്തുന്നു. രാജ്യസുരക്ഷയെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു ഭരണശൈലിയാണ് അവർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് രാജ്യമൊട്ടുക്ക് സംഘടനാപരമായി ശക്തി ആർജിക്കേണ്ടത് ഈ കാലഘട്ടത്തിന് അനിവാര്യതയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി സംഘടനാപരമായി പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ മഹാത്മാഗാന്ധി കുടുംബസംഘം ഉദ്ദേശിക്കുന്നത്. IPC സെക്രട്ടറി MN ഗോപി സംഘടനാ പ്രവർത്തന രീതികൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം, വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ജില്ലാ സെക്രട്ടറി തങ്കച്ചൻ കാരക്കാവയലിൽ, മുൻ DCC പ്രസിഡന്റ് വിജയകുമാർ മറ്റക്കര, വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, പഞ്ചായത്ത് അംഗം തോമസ് അരയത്തിനാൽ, D ക്ലാർക്ക് സെബാസ്റ്റ്യൻ മിനി സാബു, ജോബി ചെങ്ങമനാട്, ഡോളി തോമസ്, മറ്റ് നേതാക്കളായ അരുൺ, സൻസിലിൻ, മുരളി, ഇടപ്പറമ്പിൽ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. വാർഡിൽ നിന്നുള്ള ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട്ട് മേഖലയിൽ 1/17 മേഖലയിൽ കാട്ടാന ശല്യത്തിന് പരിഹാരം തേടി ജനപ്രതിനിധികൾ കോട്ടയം CCFR അരുണിനെ നേരിൽ കണ്ടു. വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു, ബ്ലോക്ക് പ്രസിഡന്റ് KK രവി, പഞ്ചായത്ത് അംഗം ജിജോ ജോസഫ് എന്നിവരാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുമായി ചർച്ചകൾ നടത്തിയത്. കൂടാതെ ഈ മേഖലയിൽ CCF സന്ദർശിക്കുവാനും ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാനും ഉടൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുന്നത്തുശ്ശേരിൽ കുടുംബയോഗം വണ്ണപ്പുറം ക്ലൗഡ്സ് വില്ലേജ് ഫാം റിസോർട്ടിൽ വെച്ച് നടത്തപ്പെട്ടു. ജോസ് മാത്യു കുന്നത്തുശ്ശേരിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA മുഖ്യ അതിഥി ആയിരുന്നു. കുന്നത്തുശ്ശേരിയിൽ കുടുംബയോഗം വണ്ണപ്പുറം ക്ലൗഡ്സ് വില്ലേജ് ഫാം റിസോർട്ടിൽ വെച്ച് നടത്തപ്പെട്ടു.
ജോസ് മാത്യു കുന്നത്തുശ്ശേരിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വ്യക്തിപരമായി കുടുംബവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പലർക്കും അറിയാവുന്നതാണ്. പ്രിയപ്പെട്ട മേസിച്ച് ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഞാൻ ഇന്ന് ഒരു 5 മണിയായിരുന്നു ബാബു പറഞ്ഞ സമയം. പക്ഷേ മറ്റ് ചില പ്രോഗ്രാമുകൾ നേരത്തെ ഏറ്റിരുന്നത് വൈകി പോയ ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് വരാൻ വൈകിയത്. ക്ഷമിക്കണം എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുള്ള ദിവസമാണ്. പല മീറ്റിങ്ങുകളിൽ ഞാൻ പറയുന്നത് ഇത് അവസാനത്തതാണ്. ഇനി മറ്റ് ചില പരിപാടികളുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഏതായാലും ഒരു നല്ല ഒരു ദിവസമാണ് ഇന്നത്തേത്. വൈകുന്നേരമായപ്പോഴേക്കും വെടിനിർത്തൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും ആശ്വാസകരമായ വാർത്ത ഉൾപ്പെടെ വന്നിരിക്കുന്നു. ഏതായാലും ഈ ദിവസത്തിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ വന്നെത്തിയ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കുടുംബയോഗത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചൊക്കെ യോഗചേട്ടനോടെ ആരും സൂചിപ്പിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടിച്ചേരലുകൾ വളരെ കുറവാണ്. അതിൻ്റെ പ്രത്യേകതകളുണ്ടാണ്. എന്നാൽ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളിൽ നിന്നും ഉള്ള മോചനം അത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റത്തുള്ളൂ. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം.എ. മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ രാജു ഭാസ്കർ, സജി കണ്ണമ്പുഴ, കുര്യാക്കോസ് കുന്നത്തുശ്ശേരിൽ, സന്ധ്യ ജോഷി, ജെയിംസ് കുര്യാക്കോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ജിമ്മി കുന്നത്തുശ്ശേരിൽ കൃതജ്ഞത അറിയിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സമ്മേളനം നടന്നു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ദേശീയ പ്രസിഡന്റ് സയ്യിദ് സൈൻ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വനിതാ കമ്മിറ്റി പ്രസിഡന്റ് വി ഹാപ്പി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സമ്മേളനം നടന്നു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ദേശീയ പ്രസിഡന്റ് സയ്യിദ് സൈൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. Indo-Pakistan war, which we are on the brink of war and now we have ceasefire. To me, I learned a lot from the way you have conducted yourself. I know there are problems, there are no end of problems. But look at Bihar, look at Madhya Pradesh, look at Rajasthan, look at Delhi, and look at Kashmir. I want to talk to you a little bit about my own background, because I think that to me is extremely important. My influence, okay, that's very important. My influence is from my family. My great-great-grandfather, who was a Maulana, right? He was a Maulana, but he wrote about the empowerment of women. He wrote about women that you are suffering in this world, and one day the men. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വനിതാ കമ്മിറ്റി പ്രസിഡന്റ് വി ഹാപ്പി അധ്യക്ഷത വഹിച്ചു. വനിതാ കലാ സാഹിത്യ സംസ്ഥാന സെക്രട്ടറി ശാരദാ മോഹൻ, വർക്കിംഗ് വിമൻസ് ഫോറം സംസ്ഥാന സെക്രട്ടറി കെ മല്ലിക, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം.എസ്. സുഗതകുമാരി, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മേലുകാവ് ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട വ്യക്തിക്ക് അടച്ചുറപ്പുള്ള വീട് നൽകുന്ന യജ്ഞത്തിന് നാടൊന്നിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ താമസിക്കുന്ന തങ്കമ്മ താളിമലയിലാണ് വീട് നൽകുന്നത്. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന തങ്കമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ ജോലിക്ക് പോയി ഉപജീവന മാർഗം തേടാനുള്ള സാഹചര്യവുമില്ല. ടാർപോളിൻ വലിച്ചുകെട്ടിയ ഇവരുടെ വീടിന്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫാണ് പഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് വീട് പണിതു കൊടുക്കുവാൻ മുൻകൈയെടുത്തത്.
മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ മേലുകാവ് ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിൽ താമസിക്കുന്ന തങ്കമ്മ താളിമലയിൽ എന്ന വ്യക്തിയുടെ വീട് പുതുക്കി പണിയുന്ന യജ്ഞത്തിന് നാടൊന്നിച്ചു. പഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട ഇവർക്ക് ബന്ധുക്കളാരുമില്ല. പണിയെടുത്ത് ജീവിക്കുവാനുള്ള ആരോഗ്യവുമില്ല. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് കൊണ്ട് ഇവരുടെ സ്വപ്നമായ ഒരു ചെറിയ വീട് പണിതു കൊടുക്കുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ഇതോടുകൂടി പഞ്ചായത്തിലെ 8 വ്യക്തികളുടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സർക്കാർ പദ്ധതിയുടെ ലക്ഷ്യം 100% കൈവരിക്കാനായി. വീടുപണിക്ക് ആവശ്യമായ സാമഗ്രികൾ ഇറക്കുവാനുള്ള വഴി സൗകര്യം 2 വ്യക്തികൾ സ്വകാര്യ വഴി തുറന്നു നൽകി അനുവാദം ലഭിച്ചത് മാതൃകയായി. ഒറ്റയ്ക്ക് കഴിഞ്ഞു വന്ന വ്യക്തിയുടെ ടാർപ്പാളിൻ വലിച്ചു കെട്ടിയ തകർന്ന വീട് നേരിട്ട് കണ്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫിന്റെ പ്രധാന താൽപര്യത്തിൽ എല്ലാ വാർഡ് മെമ്പർമാരും കയ്യും മെയ്യും മറന്ന് ഒന്നിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേല ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ തങ്കമ്മ താളിമലയിൽ. അപ്പം നമ്മുടെ കോട്ടയം ജില്ല അതിദരിദ്ര വിമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഈ വീട് തീർത്തു കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഒരു അത്യാവശ്യം കൂടിയായിരുന്നു. അപ്പം നമ്മൾക്ക് അത് സംബന്ധിച്ച് പഞ്ചായത്തിൽ നിന്ന് പരിമിതമായ ഒരു ഫണ്ടുണ്ട്. അപ്പോൾ ആ ഫണ്ട് കൊണ്ട് തന്നെ തികയത്തില്ല. അപ്പോൾ കുറച്ച് നമ്മൾ ശ്രമദാനമായിട്ട് ഞങ്ങൾ മെമ്പേഴ്സ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, വാർഡ് മെമ്പർ ബെഞ്ചമിൻ സാറ്, എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാർ തോമസ് സി വടക്കേൽ. അപ്പോൾ ഒരു കൊച്ചു വീട്, ഒരു അടച്ചുപൂട്ടുള്ള വീട് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഞങ്ങളിവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഒരു ചെറിയ വീട്, ഒത്തിരി വലിയ വീടൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചേച്ചി മാത്രമേ ഉള്ളൂ. ഒരു ഹാളും ഒരു റൂമും ഒരു ടോയ്ലറ്റ്, കിച്ചൺ, ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ്, മെമ്പർ ജെറ്റോ ജോസ്, വാർഡ് മെമ്പർമാരായ ടി.ജെ. ബെഞ്ചമിൻ, തോമസ് സി വടക്കേൽ, ഷൈനി ബേബി, ഡെൻസി ബിജു, ബിൻസി ടോമി വെട്ടത്ത്, പ്രസന്ന സോമൻ, ഷീബാമോൾ ജോസഫ്, CDS ചെയർപേഴ്സൺ നിമ്മി ഷിജു, മെമ്പർ ലൗലി ജോർജ്, കുടുംബശ്രീ അംഗങ്ങളായ ഗ്രേസി, ആൻസി, സാക്ഷരതാ പ്രേരക് നൈസി ബെന്നി, ആൻസി ജോസ്, പഞ്ചായത്ത് സെക്രട്ടറി VS അനുസജേതനൻ, VO മുഹമ്മദ് ജലാലുദ്ദീൻ, മുൻ മെമ്പർ ആലീസ് ജോസ്, അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ ബേബി സാമുവൽ, ഷിബുലാൽ ഹെഡ് ക്ലാർക്ക്, മനോജ് കുമാർ സീനിയർ ക്ലാർക്ക്, ജോർജ് ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മേലുകാവ്. പ്രായത്തെ വെല്ലുന്ന കരവിരുതുമായി കൊടുവേലി സ്വദേശി ജോണി. 78ന്റെ നിറവിലും യുവത്വത്തെ വെല്ലുന്ന ചാരുതയാർന്ന ശില്പങ്ങൾ മെനയുകയാണ് കൊടുവേലിയുടെ സ്വന്തം ജോണി ചേട്ടൻ. വീടിന് സമീപമുള്ള ദേവലോകം റിസോർട്ടിന്റെ മാതൃക മുതൽ ആധുനിക കൈനറ്റിക് കൾച്ചറൽ കറങ്ങുന്ന ഫാൻ വരെ ജോണി ചേട്ടന്റെ കരവിരുതിൽ ഉൾപ്പെടുന്നു. കൊടുവേലി വെട്ടത്ത് ജോണിക്ക് വയസ്സ് 78. ഈ പ്രായത്തിലും യുവത്വത്തെ വെല്ലുന്ന വിധം ചാരുതയാർന്ന ശില്പങ്ങൾ മെനയുകയാണ് ഇയാൾ. നന്നേ ചെറുപ്പത്തിലെ ശില്പങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. ശില്പങ്ങൾ മെനഞ്ഞെടുക്കുന്നവരെ കാണുമ്പോൾ കൗതുകവും അത്ഭുതവും. അന്നൊക്കെ വീട്ടിലെ പാഴ്ത്തടികളിൽ ഉളിയും ചുറ്റികയും വാക്കത്തിയും കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കും. എന്നാൽ വീട്ടിൽ നിന്നും അത്ര പ്രോത്സാഹനം കിട്ടിയില്ല. പിന്നീട് ജീവിതത്തിന്റെ തിരക്കായി അതിനാൽ ശില്പകലയ്ക്ക് ഇടവേള നൽകി. എന്നാൽ ശില്പങ്ങളോടുള്ള ഇഷ്ടം മനസ്സിൽ കരുതിയിരുന്നു. വിശ്രമ സമയങ്ങളിൽ ശില്പങ്ങളെ ഇഷ്ടത്തോഴന്മാരാക്കി. സമയം പോക്കിനായി അവ ഓരോന്നായി മെനഞ്ഞെടുക്കും. തടിയിലും പ്ലൈവുഡിലുമാണ് ശില്പങ്ങൾ തീർക്കുന്നത്. വീടിന് സമീപമുള്ള ദേവലോകം റിസോർട്ടിന്റെ മാതൃക ആദ്യം നിർമ്മിച്ചു. അപ്പുറത്തിരിക്കുന്ന വലിയ മോഡല് ദേവലോകം റിസോർട്ടിൻ്റെയാണ്. ഇപ്പുറത്തിരിക്കുന്ന ചെറുത് എൻ്റെ വീട്, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വീടിൻ്റെയാണ്. ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. അന്ന് പോലെ ഞാനിതെല്ലാം ചെയ്യുന്നതാണ്. ഈ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഈ തടിയേലും ബാമ്പു, ഫൈബർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാളവണ്ടി, ബൈബിൾ ആകൃതിയിലുള്ള പെട്ടി, കിണ്ടി, നിലവിളക്ക്, ക്ലോക്ക്, വീണ, കോളാമ്പി, അമ്പലങ്ങൾ, പള്ളികൾ, കൈനറ്റിക് കൾച്ചർ എന്ന കറങ്ങുന്ന ഫാൻ, ആമാടപ്പെട്ടി, കെട്ടിടങ്ങളുടെ മാതൃക ഒക്കെയുണ്ടാക്കി. ഇതിനോടകം പുറമെ പഴമയും പുതുമയുമുള്ള അനേകം ശില്പങ്ങൾ തീർത്തു. ഇതൊന്നും വിൽക്കാനല്ല ഉണ്ടാക്കിയത്, നേരം പോക്കിനും ആത്മസംതൃപ്തിക്കും വേണ്ടി. ശില്പങ്ങൾ മെനയാനുള്ള ചെറിയ ലബോറട്ടറി ഉണ്ട്. ഇതിൽ എല്ലാ ഉപകരണങ്ങളുമുണ്ട്. പ്രായം ഏറിയതിനാൽ അല്പം ഓർമ്മക്കുറവുണ്ട്. എങ്കിലും ഇനിയും അനേകം ശില്പങ്ങൾ തൻ്റെ കൈകൊണ്ട് കൊത്തിയെടുക്കണമെന്ന് ജോണി പറഞ്ഞു. ഭാര്യ വത്സമയുടെ പ്രോത്സാഹനവും ജോണിക്കൊപ്പമുണ്ട്.
CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം 100% വിജയം ആവർത്തിച്ച് കൊടുവേലി സാൻ ജോസ് CMI പബ്ലിക് സ്കൂൾ. ആകെ പരീക്ഷ എഴുതിയ 48 വിദ്യാർത്ഥികളിൽ 4 പേർക്ക് ഫുൾ A1ഉം 46 പേർക്ക് ഡിസ്റ്റിങ്ഷനും ലഭിച്ചു. വിജയികളെ സ്കൂൾ മാനേജ്മെന്റ്, PTA അധ്യാപകർ എന്നിവർ അഭിനന്ദിച്ചു. പല്ലാരിമംഗലം കൃഷിഭവനിൽ നിന്നും ഇഞ്ചി, മഞ്ഞൾ വിത്തും പച്ചക്കറി വിത്തും സൗജന്യമായി വിതരണം ചെയ്തു. പദ്ധതിയുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കോതമംഗലം ബ്ലോക്കിലെ പല്ലാരിമംഗലം കൃഷിഭവനിൽ നിന്നും ഇഞ്ചി, മഞ്ഞൾ വിത്തും പച്ചക്കറി വിത്തും സൗജന്യമായി വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് 2025-2026 വർഷത്തെ പദ്ധതിയിലാണ് ഇഞ്ചി, മഞ്ഞൾ വിത്ത് എന്നിവയുടെ 800 കിറ്റും പച്ചക്കറി വിത്ത് പാക്കറ്റ് 800 എണ്ണവുമാണ് സൗജന്യമായി വിതരണം നടത്തിയത്. പദ്ധതിയുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർവഹിച്ചു. ഇവിടെ ഏറെ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തം തന്നെയാണ്. കാരണം നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൃഷി ഓഫീസിൻ്റെ മുന്നിൽ ഇത്രയും വലിയൊരു ജനനിബിഡമായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം തന്നെയാണ്. ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വിവിധങ്ങളായ പദ്ധതികളിലൂടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുള്ള എല്ലാ ആളുകളെയും വിഷരഹിതമായ പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിലും ഉപയോഗത്തിലും കൂടുതൽ കാര്യക്ഷമമാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കാഴ്ചയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ നിസാമോൾ ഇസ്മയിൽ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സഫിയ സലീം, സീനത്ത് മെയ്തീൻ, അബ്ദുൾ അരീം, A രമണൻ, KM മെയ്തീൻ, അനിത P കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. കൃഷി ഓഫീസർ EM മനോജ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ബിനി മക്കാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വായ്പാ മേള സംഘടിപ്പിച്ച് കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വായ്പാ മേളയുടെ വിതരണോദ്ഘാടനം KSBC-DC മൂവാറ്റുപുഴ സോണൽ മാനേജർ G ശശികല നിർവഹിച്ചു. ചടങ്ങിൽ KSSS പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ, സെക്രട്ടറി ഫാദർ ജോർജ് പൊട്ടക്കൽ എന്നിവർ ചേർന്ന് ചെക്ക് ഏറ്റുവാങ്ങി. തുടർന്ന് വായ്പാ സംഘങ്ങൾക്ക് വിതരണം ചെയ്തു. KSSS ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനായി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴി വായ്പ വിതരണം ചെയ്തു. 23 സംഘങ്ങളിലെ 253 പേർക്കായി 1,90,00,000 രൂപയാണ് വിതരണം ചെയ്തത്. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വായ്പയുടെ വിതരണോദ്ഘാടനം KSBC-DC മൂവാറ്റുപുഴ സോണൽ മാനേജർ G ശശികല നിർവഹിച്ചു. സമൂഹത്തിൽ താഴ്ന്ന വരുമാനത്തിലുള്ളവർക്ക് ഒരു ചെറിയ പലിശയ്ക്ക് പെട്ടെന്നൊരു ചെറിയ തുക വായ്പയായി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ഇവരിൽ നിന്നും കൂടിയ പലിശയ്ക്ക് വായ്പ വാങ്ങി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഇത് മനസ്സിലാക്കിയാണ് സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശയ്ക്ക് മൈക്രോ ക്രെഡിറ്റ് വായ്പ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ഈ വായ്പയിൽ നിന്ന് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം സഹായ സംഘങ്ങൾക്ക് അതിലെ അംഗങ്ങൾക്ക് വായ്പ കൈപ്പറ്റുന്നത് വഴി വിജയകരമായി വരുമാനദായകമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അതുവഴി ഒരു കൃത്യമായ തിരിച്ചടവ് രീതിയും സാമ്പത്തിക അച്ചടക്കവും ഉണ്ടാകുന്നുണ്ട്. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായിട്ട് നീണ്ടകാലത്തിൽ ബന്ധമാണ് കോർപ്പറേഷനുള്ളത്. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ആദ്യം എറണാകുളം ജില്ലയിൽ ഒരേ ഓഫീസേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ താലൂക്കുകൾക്കുമായിട്ട്. KSSS പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ, സെക്രട്ടറി ഫാദർ ജോർജ് പൊട്ടക്കൽ എന്നിവർ ചേർന്ന് ചെക്ക് ഏറ്റുവാങ്ങി. തുടർന്ന് വായ്പാ സംഘങ്ങൾക്ക് വിതരണം ചെയ്തു. KSSS ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ റവറന്റ് ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നാലൊരു ഭാഗം മാത്രമേ ചിലവാക്കാവൂ. നാലൊരു ഭാഗം കച്ചവടം ചെയ്യണം. ഇരട്ടിക്കാൻ പറ്റുമെന്നുള്ളൂ. ഒരു വട്ടം മേടിച്ച് 2 വട്ടമാക്കാൻ പറ്റുമെന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പശുവിന് മേടിച്ച് 2 പശു ആക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ആട്ടിന് മേടിച്ച് 2 ആട്ട് ആക്കാൻ പറ്റുന്നുള്ളൂ. 4 മിച്ചം വെക്കുക. എവിടെയെങ്കിലും ഒരു എമർജൻസി വന്നാൽ, ആശുപത്രി വന്നില്ല, അല്ലേ കേസ് വന്നില്ല. അപ്പൊ നമ്മുടെ വരുമാനം മുഴുവൻ ചെലവഴിച്ചു പോകുന്നത് അല്ലേ. വരുമാനം കുറച്ച് നമ്മള് നാലാമത്തെ നമ്മൾ എന്തെങ്കിലും ലോണ് പണം കൊണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കും അല്ലേ.
അപ്പൊ നമുക്ക് 1000 രൂപ കിട്ടുകയാണെങ്കിൽ 250 കൊണ്ട് കഴിഞ്ഞു പോകാൻ പറ്റുമെന്ന് നോക്കണം. ചിലപ്പോൾ ചെയ്യും കഴിയും, അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ 250 രൂപ 1000 രൂപ വരുമ്പോൾ 250 രൂപ കൊടുക്കും. അപ്പൊ അതിനാണ് ഈ ത്രിഫ്റ്റ് ഫ്രൂഗൽ എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലളിതതയോടെ നയിക്കുന്നത് ഇല്ലേ. ഇപ്പൊ ലോൺ കിട്ടി, ലോൺ കിട്ടിയ കാഴ്ച പല പേർക്കും തീർന്നു പോകും ഇല്ലേ. പക്ഷേ മേടിച്ചു അതിനുള്ള സൗകര്യങ്ങളെല്ലാം കണ്ടുപിടിക്കും പെട്ടെന്ന് തീർന്നു. ഈ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം ഒഴുകിപ്പോണ വേഗത്തെ കയ്യിലെ കാശ് എടുക്കും. അപ്പൊ അങ്ങനെയാണ് സംഭവിക്കുന്നത്. എപ്പോഴും വരുമാനം കിട്ടുമ്പോൾ ഒരു മണിക്ക് ഓർത്തേക്കണം, 4 ഞാൻ ചെലവഴിക്കാവും, 4 ഞാൻ മാറ്റി വയ്ക്കണം, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. 4 ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ, റിസ്ക് സിറ്റുവേഷൻ വരുമ്പോ കൈകാര്യം ചെയ്യാൻ വേണ്ടി എഴുതി വെക്കും. 4 മേടിച്ചെല്ലാം റീപേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ചിലപ്പോൾ അങ്ങോട്ട് കുറിച്ച് മാറണം. ഈ പ്രൊപ്പോർഷനെ മാറിയില്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ് അംബാനി ആയിട്ടുള്ളത്. അംബാനിയുടെ ഈ മുകേഷ് അംബാനിയുടെ അപ്പൻ തുടങ്ങുന്നത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുത്താണ്. ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, ഫാദർ പൗലോസ് നെടുംതടത്തിൽ, പ്രൊഫസർ ജോസ് കാരിക്കുന്നേൽ, ഐപ്പ് ജോൺ കല്ലിങ്കൽ, ജോൺസൺ കറുകപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാമിന് മുന്നോടിയായി സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സെമിനാർ നടത്തി. സജീവം പ്രോജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്റർ സജോ ജോയ് സെമിനാറിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. വാരപ്പെട്ടി പഞ്ചായത്തിലെ നവീകരിച്ച ലത്തീൻ പള്ളിപ്പടി കുടമുണ്ട റോഡ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2023-2024, 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ അനുവദിച്ച് നവീകരിച്ച ലത്തീൻ പള്ളിപ്പടി കുടമുണ്ട റോഡിന്റെ ഉദ്ഘാടനം നടത്തി. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും അംഗനവാടികളാണെങ്കിലും മറ്റ് അനുബന്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഒക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. എനിക്കറിയാൻ കഴിഞ്ഞ വാരപ്പെട്ടിയിൽ നമ്മുടെ MP ഫണ്ട് കൊണ്ട് പഞ്ചായത്ത് കൂടി സൈറ്റിൽ ഹോമിയോ ആശുപത്രിയില്ലേ, ഇവിടെ തന്നെ വരാൻ പോയി, ഈ വാർഡിൽ തന്നെ വരുന്നല്ലേ, ഇവിടെ തന്നെ ഇവിടെ തന്നെ ഈ വാർഡിൽ. അപ്പോൾ അങ്ങനെ ഓരോ വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ഒരുപാട് ആളുകളുടെ പങ്കാളിത്തമുള്ള ഉദ്ഘാടന ചടങ്ങാണ്. ഈ നാട്ടിൽ ഈ റോഡ് ഏറ്റവും ആവശ്യമായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ള ആളുകളുടെ പങ്കാളിത്തം. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ദീപ ഷാജു, വാർഡ് മെമ്പർമാരായ PP കുട്ടൻ, ബേസിൽ യോഹനാൻ, ഷജി ബെസി, KK ഹുസൈൻ, SD കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ എവ്ലിൻ, TP മാർക്കോസ്, PS നജീബ്, ഹാൻസി പോൾ, പീറ്റർ വെള്ളക്കാട്, OM ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. KLM ആക്സിവ ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവിന് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ ചേർന്ന യോഗത്തിൽ KLM ആക്സിവ ഫിൻവെസ്റ്റ് വൈസ് പ്രസിഡന്റ് VC ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ ജോർജ് മഠത്തിൽ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, മുട്ടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. റീജിയണൽ മാനേജർ സണ്ണി ജോർജ് സ്വാഗതവും ഇടുക്കി റീജിയണൽ AGM KJ ബിനോയ് നന്ദിയും പറഞ്ഞു. വളരെ കാലഘട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന വിഷയം, അത് വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് 3500 ജീവനക്കാർ ഉള്ള ഒരു സ്ഥാപനം, ഇന്ത്യയിലെ 10ഓളം സംസ്ഥാനങ്ങളിലായി 650ഓളം ബ്രാഞ്ചസ് ഉള്ള KLM സാമ്പത്തിക രംഗത്ത് വളരെ വലിയ സംഭാവനകൾ ശേഷിച്ചുള്ളതും അതോടൊപ്പം ഭാവിയിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഈ സമൂഹം കാത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ വിഷയത്തിൽ
അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനമായ ഒരു ലക്ഷ്യം എങ്ങനെ സാമ്പത്തികമായ അച്ചടക്കം അല്ലെങ്കിൽ സാമ്പത്തിക വിനിയോഗം എങ്ങനെ ഭംഗിയായി നിറവേറ്റാൻ കഴിയുക എന്നതാണ് വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, കാലഘട്ടത്തിൽ ഓരോ മേഖലയിലും പ്രത്യേകിച്ച് സിറ്റിസൺസ് മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിരവധിയായ ആളുകളുണ്ടെങ്കിലും സാമ്പത്തിക വിനിയോഗം എങ്ങനെയാവും എന്നതിനെ കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരാണ് എന്നുള്ളതാണ് പല സ്ഥാപനങ്ങളുടെയും തുടക്കവും ഒടുക്കവും മനസ്സിലാവുന്നത് എന്നത് നമ്മൾ കാണുന്ന കാര്യമാണ്. സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലും അതിൻ്റെ വിനിയോഗം ഏത് തരത്തിലാവും എന്നതിനെ കുറിച്ച് പഠിക്കുകയും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു ശ്രമം പലപ്പോഴും പല ബിസിനസ്സുകളിലും ഉണ്ടാവുന്നില്ല. KLM ആക്സ്വാ ബിസിനസ്സിൽ കഴിഞ്ഞ 5-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവിൻ്റെ ഭാഗമായുള്ള റോഡ് ഷോയാണ് തൊടുപുഴ നഗരത്തിൽ ചേർന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ഭാഗമായ ഈ തൊടുപുഴയിൽ നമ്മളൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഈ യാത്ര തുടരുമ്പോൾ അല്പം മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്ത 8 ദിവസം പിന്നിടുമ്പോൾ ആദ്യമായിട്ടാണ് മഴ പെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് യാത്രയിൽ. എങ്കിലും നിങ്ങൾ ആവേശത്തോടെ പ്രത്യേകിച്ച് ഇടുക്കി ഹൈലൈറ്റിൽ നിന്ന് വലിയ ആളുകളിലൂടെ എത്തി ഈ യാത്രയെ സ്വീകരിച്ചതിൽ ഏറെ സ്നേഹവും അഭിമാനവും തോന്നുന്നതാണ് നിങ്ങളെക്കുറിച്ച്. 30 വർഷമായി മൂവാറ്റുപുഴയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുത തുന്നിയ വിന്റേജ് ഫീൽ മെയ് 15-ന് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കും. പ്രമുഖ വ്യവസായി സിന്തൈറ്റ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്, മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിംഗ് പ്രസിഡന്റ് ലാലി വിൽസൺ, തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, വാർഡ് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അഡ്വക്കേറ്റ് ഷീൻ പണിക്കുന്നേൽ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. 30 വർഷമായി മൂവാറ്റുപുഴയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുത തുന്നിയ വിന്റേജ് വീൽ മെയ് 15-ന് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കും. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ തുണിത്തരങ്ങൾ ലഭിക്കുന്നതോടൊപ്പം അവ കൃത്യസമയത്ത് തയ്ച്ചു നൽകുന്നതിനും വിന്റേജ് വീൽ സൗകര്യമൊരുക്കുന്നു. പ്രമുഖ വ്യവസായി സിന്തറ്റ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്, സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം, മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിംഗ് പ്രസിഡന്റ് ലാലി വിൽസൺ, ഇന്ത്യൻ ബേക്കറി ഉടമ ഷീബ ടോമി, ഫാദർ ജിയോ ജോബ് ചെമ്പരത്തി, വാർഡ് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അഡ്വക്കേറ്റ് ഷീൻ പണിക്കുന്നേൽ, മർച്ചന്റ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്ങൽ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ്, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാവരുടെയും സഹകരണം മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. പ്രിയമുള്ള തൊടുപുഴ നിവാസികളെ, 15/5/2025 മുതൽ ഞങ്ങളുടെ മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വിന്റേജ് വീൽ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനം തൊടുപുഴയിലും പ്രവർത്തനം ആരംഭിക്കുകയാണ്. രാവിലെ 10:15 ബെഞ്ചിരിപ്പും അതുപോലെ തന്നെ 10:30 സിന്തൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ MD ഡോക്ടർ വിജു ജേക്കബ് ഞങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അന്ന് വിശിഷ്ടാതിഥികളായി മുനിസിപ്പൽ ചെയർമാൻ ദീപക്, രാജു തരണിയിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ തോമസ് എബ്രഹാം, സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ലാലി വിൽസന്റെ യൂത്ത് വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ഷീബ ടോമി, ഇന്ത്യൻ ബേക്കറി ഓപ്പറേറ്റർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, വാർഡ് കൗൺസിലർ പ്രശാന്ത് കുട്ടപ്പാസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ, എറണാകുളം ജില്ലാ മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ, അതുപോലെ തന്നെ ഷീൻ പണികുന്നേൽ, വാർഡ് കൗൺസിലർ, ഞങ്ങളുടെ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി CK നവാസ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ തദ്ദേശത്തിൽ
നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഞങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് എല്ലാ തൊടുപുഴ നിവാസികളെയും ഞങ്ങൾ ആദ്യമായി ക്ഷണിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുരിക്കാശ്ശേരി വാർഡ് കൺവെൻഷൻ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കുന്നത്തുശ്ശേരിൽ കുടുംബയോഗം വണ്ണപ്പുറം ക്ലൗഡ്സ് വില്ലേജ് ഫാം റിസോർട്ടിൽ വെച്ച് നടത്തപ്പെട്ടു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സമ്മേളനം നടന്നു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ദേശീയ പ്രസിഡന്റ് സയ്യിദ് സൈൻ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രായത്തെ വെല്ലുന്ന കരവിരുതുമായി കൊടുവേലിയുടെ സ്വന്തം ജോണി. 78ന്റെ നിറവിലും യുവത്വത്തെ വെല്ലുന്ന ചാരുതയാർന്ന ശില്പങ്ങൾ മെനയുകയാണ് കൊടുവേലിയുടെ സ്വന്തം ജോണി ചേട്ടൻ. KLM ആക്സിവ ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവിന് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.